ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വിവാഹപൂർവ്വ കൌൺസിലിംഗ് സംവിധാനം അനിവാര്യമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പെൻഷൻ തടഞ്ഞുവെച്ച കോഴിക്കോട് PF കമ്മീഷണറുടെ നടപടികൾക്കെതിരെ പ്രക്ഷോഭവുമായി കേരള ബാങ്ക് PF മെമ്പർമാർ. കിഴക്കോത്ത് ചെറ്റക്കടവ് ഭജനമഠം ആക്രമിച്ചവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ. ബധിരരുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ആംഗ്യഭാഷാ ദിനം സർക്കാർ തലത്തിൽ ആചരിക്കണമെന്ന് മലബാർ ബധിര അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വിവാഹപൂർവ്വ കൌൺസിലിംഗ് സംവിധാനം അനിവാര്യമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കമ്മീഷൻ ജില്ലാതല സിറ്റിംഗിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മറ്റ് കുടുംബാംഗങ്ങൾ ഇടപെടുകയും അതുമൂലം കൂടുതൽ സങ്കീർണമായിട്ടുള്ള നിലയിലേക്ക് പ്രശ്നങ്ങൾ മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് പൊതുവെ കണ്ടുവരുന്നത്. വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സർക്കാരിന് മുമ്പാകെ തന്നെ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ശുപാർശ. വിവാഹത്തിന് മുമ്പ് കുടുംബ ബന്ധത്തെക്കുറിച്ചോ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചോ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവാത്തതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഏറെയും. അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ കുടുംബ ബന്ധം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ വിവാഹിതരാവുന്നതിന് മുമ്പ് തന്നെ ഇരുവർക്കും ലഭ്യമാക്കി കൊടുക്കുന്നതിനുതകുന്ന ഒരു നല്ല കൗൺസിലിംഗ്, വിവാഹപൂർവ്വ കൗൺസിലിംഗ് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് വിധേയമായിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഈ രജിസ്ട്രേഷൻ സമയത്ത് ഹാജരാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് PF കമ്മീഷണർ നീതി പാലിക്കുക, കോടതി വിധികൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ബാങ്ക് PF മെമ്പർമാർ കൂട്ടധർണ നടത്തി. കോഴിക്കോട് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന EPF അംഗങ്ങളായ കേരള ബാങ്ക് ജീവനക്കാരുടെ അർഹമായ PF പെൻഷൻ നിഷേധിക്കുന്ന കോഴിക്കോട് PF കമ്മീഷണറുടെ നടപടിക്കെതിരെയാണ് കേരള ബാങ്ക് EPF മെമ്പേഴ്സ് ആക്ഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ കോഴിക്കോട് PF ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തിയത്. കേരള ബാങ്കിന്റെ വിവിധ ജില്ലകളിലെ EPFൽ അംഗങ്ങളായ 333 ജീവനക്കാർക്ക് PFൽ നിന്നും പെൻഷൻ അനുവദിക്കണമെന്ന് സുപ്രീം കോടതി 2022 ഓഗസ്റ്റ് 24 ഉത്തരവിട്ടതാണ്. ഇത് പ്രകാരം കേരളത്തിലെ മറ്റ് PF കമ്മീഷണർമാരൊക്കെ തങ്ങളുടെ പരിധിയിൽ വരുന്ന ബന്ധപ്പെട്ട ജീവനക്കാർക്ക് പെൻഷൻ അനുവദിച്ചു വരുമ്പോൾ കോഴിക്കോട് PF കമ്മീഷണർ മാത്രം തന്റെ പരിധിയിൽ വരുന്ന 128 ജീവനക്കാർക്ക് പൂർണ്ണമായും പെൻഷൻ നിഷേധിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. 2024 ജൂൺ 24 വിധിയിലൂടെ 2 മാസത്തിനകം ജീവനക്കാർക്ക് പെൻഷൻ അനുവദിക്കുവാൻ ഹൈക്കോടതി PF കമ്മീഷണർക്ക് കർശന ഉത്തരവ് നൽകിയിട്ടുമുണ്ടെന്നും കേരള ബാങ്ക് EPF മെമ്പേഴ്സ് ആക്ഷൻ ഫോറം ഭാരവാഹികൾ പറയുന്നു. കോടതി നിശ്ചയിച്ച സമയപരിധി കഴിഞ്ഞിട്ടും വിധി നടപ്പിലാക്കുവാൻ കോഴിക്കോട് PF കമ്മീഷണർ തയ്യാറാവുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. കോഴിക്കോട് PF ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളോടൊപ്പം ഈ ആനുകൂല്യം നേടുന്നതുവരെ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നു.
ഇവിടെ PF പ്രൊവിഡന്റ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, ചരിത്രത്തിൽ ക്രൂരനായ ഭരണാധികാരികളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ക്രൂരന്മാരായ ഭരണാധികാരികളെ നമ്മൾ അധികം കണ്ടിട്ടില്ല. എന്നാൽ ക്രൂരന്മാരുടെ സ്ഥാനം ചരിത്രത്തിൽ എന്നും ചവറ്റുകൊട്ടയിലാണ് എന്ന് പ്രിയപ്പെട്ട കമ്മീഷൻ ഓർമ്മിക്കുക. ചെയർമാൻ അഡ്വക്കേറ്റ് എം രാജൻ, കൺവീനർ CK അബ്ദുറഹിമാൻ, വർക്കിംഗ് ചെയർമാൻ PK മൂസക്കുട്ടി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കിഴക്കോത്ത് ചെറ്റക്കടവ് ഭജനമഠം ആക്രമിച്ചവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ. സംഭവം നടന്ന് 84 ദിവസമായിട്ടും കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായില്ലെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം സജീവൻ പറഞ്ഞു. കിഴക്കോത്ത് പഞ്ചായത്തിലെ ആക്രമിക്കപ്പെട്ട ചെറ്റക്കടവ് ഭജനമഠം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. അക്രമം നടന്ന് 84 ദിവസമായി ഭക്തജനങ്ങൾ പ്രതിഷേധിച്ചിട്ടും പോലീസ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് VK സജീവൻ കുറ്റപ്പെടുത്തി. പരിസരത്തെ CCTV പരിശോധിക്കാനോ പോലീസ് നായയെ കൊണ്ട് പരിശോധിപ്പിക്കാനോ അശ്ലീലം എഴുതിയത് കൈയക്ഷര വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കാനോ ഒന്നും പോലീസ് തയ്യാറായില്ല. സർവകക്ഷി സംഘം ആവശ്യപ്പെട്ടിട്ടും പോലീസ് അനാസ്ഥ കാണിക്കുകയാണ്. അന്വേഷണം ഊർജിതമാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും സജീവൻ പറഞ്ഞു. പോലീസ്, കൊടുവള്ളി പോലീസ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. ഈ അയ്യപ്പവചന മഠത്തിന് നേരെ നടന്നിട്ടുള്ള അക്രമത്തെ സംബന്ധിച്ച് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ ഇവിടെ ഭജന ഇരിക്കാൻ വേണ്ടി വരുന്നുണ്ട്, ഇവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ അതിവികാരഭരിതരായിട്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 84 ദിവസമായി ഇവിടെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും അവർക്ക് നീതി ലഭിച്ചേ മതിയാവുള്ളൂ. പോലീസ് ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്താത്ത പക്ഷം അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടി വരും എന്നുകൂടി മുന്നറിയിപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. BJP സംസ്ഥാന സമിതി അംഗം ഷാൻ കട്ടിപ്പാറ, ജില്ലാ കമ്മിറ്റി അംഗം ശ്രീവള്ളി ഗണേഷ്, നേതാക്കളായ ഗണേഷ് ബാബു, TC പ്രമോദ്, ബൽരാജ് തുടങ്ങിയവരും ഭജനമഠം ഭാരവാഹികളായ ഹണീഷ് ചെറ്റക്കടവ്, കുഞ്ഞിരാമൻ വട്ടോളി, മല്ലിക സുരേഷ്, ഷീന ഷാജി, തങ്കമണി കൃഷ്ണൻകുട്ടി, ജാനകിയമ്മ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia സെൽറ്റോസ് കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബധിരരുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ആംഗ്യഭാഷാ ദിനം സർക്കാർ തലത്തിൽ ആചരിക്കണമെന്ന് മലബാർ ബധിര അസോസിയേഷൻ. ഇത്തവണത്തെ ആംഗ്യഭാഷാ ദിനാചരണം സെപ്റ്റംബർ 23 നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദിനം ആക്ച്വലി യുനെസ്കോ ആണ് പ്രഖ്യാപിച്ച ഒരു ദിനമാണ്, പറഞ്ഞാൽ വേൾഡ് ഇന്റർനാഷണൽ ആണ്. പക്ഷേ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് എവിടെയും ആചരിക്കുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് ലെവലിലോ എൻ്റെ അഭിപ്രായം ഇല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മളുടെ ഒരു ആവശ്യം ആംഗ്യഭാഷ ദിനം സർക്കാർ തലത്തിൽ ആചരിക്കണം. മലബാർ ബധിര അസോസിയേഷന്റെയും ഡ്രീം ഓഫ് അസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 23 ആംഗ്യഭാഷാ ദിനം ആചരിക്കും. കോഴിക്കോട് ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ
നടക്കുന്ന ആംഗ്യഭാഷാ പ്രസക്തിയും ആവശ്യകതയും എന്ന സെമിനാർ കോഴിക്കോട് DDE ശ്രീ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ വയനാട് ദുരന്തമുഖത്ത് സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയ അസോസിയേഷൻ എക്സ് മെമ്പറായ വിനോദ് ജോസഫിനെ ആദരിക്കും. തുടർന്ന് ആംഗ്യഭാഷയിൽ പരിശീലന ക്ലാസ് നടത്തും. ബധിരരുടെ കലാപ്രകടനങ്ങളും അവതരിപ്പിക്കും. വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയർ പരിസരത്ത് നടക്കുന്ന ആംഗ്യഭാഷാ പ്രചരണം ഡോക്ടർ റോഷൻ ബിജ്ലി ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ മലബാർ ബധിര അസോസിയേഷൻ ചെയർമാൻ R. ജയന്തകുമാർ, കോഴിക്കോട് ഡ്രീം ഓഫ് അസ് പ്രതിനിധി KM സന്ദീപ്, CK ബാലകൃഷ്ണൻ, K. അബ്ബാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഡെഫ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്ക് ഉള്ള ഒരേ ഒരു ബാരിയർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ബാരിയറാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ബാരിയർ മാറ്റാൻ വേണ്ടി അവർക്ക് സ്വന്തമായിട്ട് ലാംഗ്വേജ് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ് അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ബാരിയറിനെ മറികടക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്യാൻസർ രോഗത്തിന്റെ പിടിയിൽ അകാലത്തിൽ അന്തരിച്ച ചെറുവണ്ണൂരിലെ ചപ്പങ്ങൽ ഗിരീഷിന്റെ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നു. കുട്ടികളുടെ പഠനം പോലും മുടങ്ങുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ കുടുംബ സഹായ സമിതി രൂപീകരിച്ചു. യൂണിയൻ ബാങ്ക് ഫറൂഖ് പേട്ട ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ ചെറുവണ്ണൂരിൽ താമസിച്ചിരുന്ന 48 വയസ്സുള്ള ചപ്പങ്ങൽ ഗിരീഷ് ക്യാൻസർ രോഗബാധിതനായാണ് അകാലത്തിൽ മരണപ്പെട്ടത്. ചെറുവണ്ണൂരിൽ ചുമട്ടുതൊഴിലാളിയായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗിരീഷിനെ മരണം തട്ടിയെടുത്തത്. അമ്മയും ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഗിരീഷ്. മരണശേഷം ഈ കുടുംബം നിത്യച്ചെലവുകൾക്ക് പോലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി പ്രദേശവാസികൾ മുൻകൈയെടുത്ത് ചപ്പങ്ങൽ ഗിരീഷ് കുടുംബ സഹായ സമിതി രൂപീകരിച്ചത്. ആ കുടുംബത്തിന്റെ ഒരു ഏക ആശ്രയം എന്നുള്ള നിലയ്ക്ക് ഗിരീഷ് അവർ വിട്ടുപിരിഞ്ഞപ്പോൾ കുടുംബം ജീവിതത്തിന് വേണ്ടി തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. ആ ഒരു അവസരത്തിൽ ആ പ്രദേശത്തെ നാട്ടുകാർ അതുപോലെ തന്നെ മറ്റു സുമനസ്സുകളെല്ലാം ചേർന്ന് ഒരു ഗിരീഷ് കുടുംബ സഹായ സമിതി രൂപീകരിക്കുകയും അവരുടെ കുടുംബത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലും ഈ സമിതി എന്നുള്ള രൂപത്തിൽ സഹായം ചെയ്യണം എന്നുള്ളത് ആവശ്യമായി വന്നിട്ടുള്ള സാഹചര്യത്തിൽ ജനങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. കുടുംബ സഹായ സമിതിയുടെ പേരിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫറൂഖ് പേട്ട ബ്രാഞ്ചിൽ 4501002031 എന്ന പേരിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. UBIN 054582 എന്നതാണ് IFSC കോഡ്. സുമനസ്സുകൾ ഈ അക്കൗണ്ടിലേക്ക് അകമഴിഞ്ഞ സഹായങ്ങൾ എത്തിക്കണമെന്ന് കുടുംബ സഹായ സമിതി ചെയർമാൻ ഫിറോസ് കുപ്പരയിൽ, കൺവീനർ പ്രൊഫസർ മുഹമ്മദ് നിഷാദ് ടി, ട്രഷറർ മോഹൻദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. മേത്തോട്ട് താഴം പകൽ വീട്ടിലെ ഓണാഘോഷം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം നിർമ്മൽ പാലാഴി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മേത്തോട്ട് താഴം വയോജന സൗഹൃദ കേന്ദ്രം പകൽ വീട് ആരംഭിച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. പ്രാദേശികമായി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സിൽവർ ഹിൽസിന്റെ കൂടെ സഹായത്തോടെ സുബൈർ കൊളക്കാടൻ ചെയർമാനും പ്രേമാനന്ദൻ, സോമൻ, ഫൗസത്ത്, മാലതി എന്നിവർ കൺവീനറും കുമാരേഷൻ വൈസ് ചെയർമാനും കൗൺസിലർ MP സുരേഷ് രക്ഷാധികാരിയുമായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് കൊളക്കാടൻ ബിൽഡിംഗിൽ ആരംഭിച്ച വയോജന സൗഹൃദ കേന്ദ്രം ഇന്ന് 100-നടുത്ത ആളുകൾ ദിവസേന രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ കളികളും പാട്ടുകളുമായി സന്തോഷം പരസ്പരം പങ്കിട്ട് ഉല്ലാസത്തോടെ കഴിയുന്ന ഒരിടമായി മാറി. കൂട്ടമായി ഉല്ലാസയാത്രകൾ പോയും വെഡ്ഡിംഗ് ആനിവേഴ്സറി, ജന്മദിനം എന്നിവ കൂട്ടമായി ആഘോഷിച്ചും കഴിയുന്ന 60 വയസ്സിന് മുകളിലുള്ള ആളുകൾ പരസ്പരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പങ്കുവയ്ക്കാനും പരിഹാരം കാണാനുമുള്ള ഇടമായും പകൽ വീടിനെ കാണുന്നു. പകൽ വീട്ടിലെ ആളുകൾക്ക് ചെറിയൊരു സമയം മാറ്റിവെച്ച് പേപ്പർ ബാഗ് നിർമ്മാണം പോലെയുള്ള ഒരു സ്ഥിര വരുമാന പദ്ധതി കൂടി ആലോചിക്കുന്നുണ്ടെന്ന് ചെയർമാൻ സുബൈർ കൊളക്കാടൻ പറഞ്ഞു. പകൽ വീട്ടിലെ ആളുകളെ പരിചരിക്കാൻ ലഭിച്ച വിനീത എന്ന വനിത സ്വന്തം മകളെ പോലെ പ്രായമായവരെയെല്ലാം പരിചരിക്കുന്നു എന്നും സാക്ഷ്യപ്പെടുത്തുന്നു. മേത്തോട്ട് താഴം പകൽ വീട് ഓണാഘോഷം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. മഹാബലി ആരാണെന്ന് പറഞ്ഞൊരു വാട്സപ്പ് വന്നു. ആരെങ്കിലും വായിച്ചു നോക്കട്ടെ. മഹാബലി ആരാണെന്ന്
ആരാണെന്ന് പറഞ്ഞിട്ടാണ് ഒരു വാട്സപ്പ് വന്നത്? ലയൺസ് പ്രസിഡന്റ് കെ മുസ്തഫ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ വാർഡ് കൗൺസിലർ MP സുരേഷ്, പകൽവീട് ചെയർമാൻ സുബൈർ കൊളക്കാടൻ, വൈസ് ചെയർമാൻ കുമാരേഷൻ, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സിൽവേഴ്സ് പാസ്റ്റ് പ്രസിഡന്റ് നിസാം പള്ളിയാൽ, ഫൗസത്ത് കൊളക്കാടൻ എന്നിവർ സംസാരിച്ചു. നടൻ നിർമ്മൽ പാലാഴി വിശിഷ്ടാതിഥിയായി. പകൽവീട് കൺവീനർ പ്രേമാനന്ദൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലയാള സാഹിത്യ കുലപതി P. കേശവദേവിന്റെ 120ാം ജന്മദിനാഘോഷ പരിപാടികളും അവാർഡ് സമർപ്പണവും സെപ്റ്റംബർ 30 കോഴിക്കോട്ട് നടക്കും. അച്ചീവ്മെന്റ് അവാർഡ് പ്രവാസി സാഹിത്യകാരൻ ഉസ്മാൻ ഒഞ്ചിയത്തിന് നൽകും. ഒരു മാതൃകാ മനുഷ്യനെ ഓർമ്മിക്കുന്നത് തന്നെ പോലും പുതിയ തലമുറയുടെ ഏറ്റവും വലിയ മഹത്വം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ ഒരു തിരിച്ചുവരവ് വേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള സാഹിത്യകാരന്മാരെയും എഴുത്തുകാരെയും ഒന്ന് വീണ്ടും ഒരു പുനർവായനക്ക് വിധേയമാക്കുകയും അങ്ങനെ ആ പുനർവായനയിലൂടെ നമ്മുടെ സ്വഭാവത്തെ പവിത്രീകരിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം. അതാണ് വാസ്തവത്തിൽ കേശവദേവനെ നമുക്ക് ചെയ്യുന്നത്. കേശവദേവനെ കുറിച്ചെല്ലാം പറയാന്ന് പറഞ്ഞാൽ വിഷമിക്കാതെ ഓരോ വാക്കിനും സത്യത്തിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ. കൈരളിയിലെ വേദി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പ്രവാസി സാഹിത്യകാരൻ ഉസ്മാൻ ഒഞ്ചിയത്തിന് കേശവദേവ് അച്ചീവ്മെന്റ് അവാർഡ് സമർപ്പണവും ഉത്തരമേഖല IG K. സേതുരാമൻ IPS നിർവഹിക്കും. ഉസ്മാൻ ഒഞ്ചിയത്തിന്റെ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾ വിലയിരുത്തിയാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകുന്നത്. 15,000 രൂപയും ശില്പവുമാണ് പുരസ്കാരം. പിന്നെ ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ നാട്ടിലെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിതങ്ങളുടെ ആവിഷ്കാരമാണ് ഉസ്മാൻ ഒഞ്ചിയത്തിന്റെ ചെറുകഥകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഈ പുരസ്കാരത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. കേശവദേവ് അനുസ്മരണ പ്രഭാഷണം പ്രമുഖ സാഹിത്യകാരൻ UK കുമാരൻ നിർവഹിക്കും. സ്മാരക സമിതി സംഘടിപ്പിക്കുന്ന കേശവദേവ് പഠന ഗവേഷണ കേന്ദ്രം പ്രശസ്ത കവി PP ശ്രീധരൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 30 തിങ്കളാഴ്ചയാണ് പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ അനുസ്മരണ സമിതി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി, മുഖ്യ രക്ഷാധികാരി ഡോക്ടർ EK ഗോവിന്ദവർമ്മ രാജ, സംഘാടക സമിതി സെക്രട്ടറി PT നിസാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രത്തിൽ ചെമ്പോല പതിച്ച ശ്രീകോവിൽ സമർപ്പണം സെപ്റ്റംബർ 22 നടക്കും. സാമൂതിരി രാജ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ, മായ ഗോവിന്ദ് എന്നിവർ ചേർന്ന് ശ്രീകോവിൽ സമർപ്പിക്കുമെന്ന് സാരഥികൾ പറഞ്ഞു. പുരാതന ക്ഷേത്രമാണ് പുത്തൂർ ശ്രീ ദുർഗാ ക്ഷേത്രം. സാമൂതിരി രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് ശ്രീകോവിൽ 2 നിലയിൽ ചെമ്പ് തകിട് പതിപ്പിച്ചത്. ശ്രീകോവിലിന്റെ സമർപ്പണ ചടങ്ങ് സാമൂതിരി രാജ, മായ ഗോവിന്ദ്, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖർ എന്നിവർ ചേർന്ന് സെപ്റ്റംബർ 22 നിർവഹിക്കുമെന്ന് ചെയർമാൻ KT വാസുദേവൻ പറഞ്ഞു. ആ ക്ഷേത്രത്തിന്റെ 2 നിലയും ചെമ്പോല പതിച്ച് ദേവിക്ക് സമർപ്പിക്കുകയാണ്. ഈ സമർപ്പണം സാമൂതിരി രാജ പ്രതിനിധികളായ മായ ഗോവിന്ദനും അഡ്വക്കേറ്റ് ഗോവിന്ദ് ചന്ദ്രശേഖരുമാണ് ചെമ്പോല പതിച്ചത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്. അതോടനുബന്ധിച്ചുകൊണ്ട് 12 മണിക്ക് ആ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്ഷണിച്ചുകൊണ്ട് ഏകദേശം ഒരു 4000 ആളുകളോളം ഭക്ഷണം കൊടുക്കേണ്ട ഒരു സംവിധാനമാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്.
ചടങ്ങിന്റെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗം കെ ബൈജുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സംബന്ധിക്കും. പിന്നെ 9:30 മണിക്ക് അമ്മയ്ക്ക് ചെമ്പ് സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ സാംസ്കാരിക സമ്മേളനം നമ്മളെ ബൈജുനാഥ്, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ ഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവം നവരസ 2024 സെപ്റ്റംബർ 24 മുതൽ 26 വരെ കോഴിക്കോട് ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ നടക്കും. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നായി 1500ഓളം കലാപ്രതിഭകൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. കേരളത്തിൽ 7 സ്കൂളുകളുണ്ട്. അതേപോലെ തമിഴ്നാട്ടിൽ ചെങ്കൽപ്പേട്ടിൽ ഒരു സ്കൂളുണ്ട്, മൈസൂരിൽ മറ്റൊരു ഇന്റർനാഷണൽ സ്കൂൾ ഗോകുലത്തിൻ്റെ. ഈ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ വാർഷിക കലോത്സവമാണ് ഈ മാസം 24, 25, 26 തീയതികൾ കോഴിക്കോട് ഗോകുലം പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. പ്രബുദ്ധരാവുക എന്ന ആപ്തവാക്യത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമാണ് നവരസ. കലോത്സവത്തിന് കോഴിക്കോട് സെപ്റ്റംബർ 24 തിരിതെളിയും. ഓഫ് സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ ആയുഷ് ഗോയൽ IAS നിർവഹിക്കും. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം സെപ്റ്റംബർ 25 MK രാഘവൻ MP നിർവഹിക്കും. ചടങ്ങിൽ സാഹിത്യ നഗരി പദവി ലഭിച്ച കോഴിക്കോടിനുള്ള അക്ഷരാർപ്പണമായി കോഴിക്കോടിന്റെ എഴുത്തുകാരായ ബഷീർ, SK, MT തിക്കോടിയൻ, NP മുഹമ്മദ്, UA ഖാദർ, T ദാമോദരൻ എന്നിവരെ ആദരിക്കും. ഷാഹിന ബഷീർ, സുമിത്ര ജയപ്രകാശ്, അശ്വതി ശ്രീകാന്ത്, പുഷ്പ, ജാസ്മിൻ NP, നസീമ പുനത്തിൽ, ദീദി ദാമോദരൻ, സബുനിസ, ഷെറീന എന്നിവർ ആദരവ് ഏറ്റുവാങ്ങും. സെപ്റ്റംബർ 26 നടക്കുന്ന സമാപന സമ്മേളനം വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത സിനിമാ താരം ഉണ്ണി മുകുന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. കലോത്സവ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് ഗോകുലം സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വിവാഹപൂർവ്വ കൗൺസിലിംഗ് സംവിധാനം അനിവാര്യമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. പെൻഷൻ തടഞ്ഞുവെച്ച കോഴിക്കോട് PF കമ്മീഷണറുടെ നടപടികൾക്കെതിരെ പ്രക്ഷോഭവുമായി കേരള ബാങ്ക് PF മെമ്പർമാർ. കിഴക്കോത്ത് ചെറ്റക്കടവ് ഭജനമഠം ആക്രമിച്ചവരെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ. ബധിരരുടെ അവകാശ സംരക്ഷണത്തിനായുള്ള ആംഗ്യഭാഷാ ദിനം സർക്കാർ തലത്തിൽ ആചരിക്കണമെന്ന് മലബാർ ബധിര അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.